വസന്തി, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്? നോക്കൂ, രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉള്ള ഉളിയമ്പിനെ ഞാൻ അംഗീകരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി അതിനിർണായകമായൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ്, ആ പോലീസിന്റെ കീഴിൽ ഈ സംസ്ഥാനത്തെ വനിതകൾ നേരിടുന്ന പീഡനങ്ങൾ, തലസ്ഥാന നഗരിയിൽ 6 മാസം മുമ്പ് തലമുടിയുടെ കുത്തിനെ പിടിച്ച് വലിച്ചിഴച്ച് മ്യൂസിയം പോലീസിന്റെ മുമ്പിലൂടെ ഒരു നരാധമൻ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചോണ്ട് പോയത് തൊട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിഹരിക്കുന്ന PK ശശിക്ക് നേരെ അടക്കമുള്ള സ്ത്രീപീഡന ആരോപണങ്ങൾ, അതിൽ FIR ഇട്ട കേസുകൾ, തെളിവുള്ള കേസുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രതിരോധം തീർത്ത്, വലിയ പ്രതിഷേധം തീർത്ത് ഞങ്ങൾ തെരുവിൽ സമരരംഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വെള്ളക്കടലാസിൽ പോലും പരാതിയില്ലെങ്കിലും, ഒരു FIRന്റെ കണിക പോലും ഇല്ലെങ്കിലും അതിന് ഈ പരാതിക്കാർക്ക് പിണറായി പോലീസിനെ വിശ്വാസമുള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ആകാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ചെറിയൊരു ആരോപണം ഉയർന്നു വന്നാലെങ്കിലും ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്. ആ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നേരെയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറവാണ് എന്ന് പറയുകയോ, ദേശാഭിമാനി പോലെ ഞങ്ങളുടെ വീക്ഷണം പത്രത്തിൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ പറ്റി അവിഹിത കഥകൾ എഴുതി പിടിപ്പിക്കുകയോ ചെയ്യുന്നതല്ല കോൺഗ്രസിന്റെ പാരമ്പര്യമെന്ന് പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ നടപടി ആവശ്യമാണ്. ഞങ്ങൾ അത് ഇന്ന് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ MLA-ക്കെതിരെ, ഞങ്ങളുടെ സഹപ്രവർത്തകനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണത്തിൽ ഒരു പരാതി പാർട്ടിയുടെ മുമ്പിലില്ല, പോലീസിന്റെ മുമ്പിലില്ല, സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുമ്പിലില്ല. പക്ഷേ ആ ആരോപണം വന്ന് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് സംഘടനാപരമായ ആദ്യത്തെ നടപടി കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷപദം ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. രണ്ടാമത്തെ ദിവസം കഴിയുന്നു, മൂന്നാമത്തെ ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിന്റെ രാത്രിയാണ്. ആ രാത്രിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ അടുത്ത തവണ മത്സരിപ്പിക്കില്ല എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അഗ്നിശുദ്ധി നടത്തി മടങ്ങി വരൂ, അതുവരെ പാർട്ടിയൊപ്പം ഉണ്ടാവില്ല, ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യില്ല, ഞങ്ങൾ പരാതിക്കാരെ അധിക്ഷേപിക്കില്ല, ഞങ്ങൾ CPM-നെ പോലെ നിങ്ങളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടി അത് ഇന്നത്തെ ദിവസം അത് കോൺഗ്രസ് ആണ്. അതിൻ്റെ 1000-ൽ ഒരു നിലപാടെടുത്തത് ഈ പറയുന്നത് എന്താണ്, ആടിൻ്റെയോ ആടലോടകത്തിൻ്റെങ്കിലും സമാനതയുള്ള ഒരു നിലപാടെടുത്ത പാർട്ടിയെ അങ്ങേക്ക് കേരള രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം. ശ്രീ വസന്ത് സിറിയക്, ഞാൻ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാ സസ്പെൻഡ് ചെയ്തു എന്നാണ്. ആരോപണങ്ങളുടെ പേരിൽ എന്നാണ് വസന്ത് സിറിയക് പറയുന്നത്. ഇതിൽ ആരോപണം ഉന്നയിച്ചത് ഒരു പെൺകുട്ടിയാണ്, നടി കൂടിയായ പെൺകുട്ടിയാണ്. ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിതാവിന് തുല്യനാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു എനിക്ക് മകളെ പോലെയാണെന്ന്. ഒരു പെൺകുട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്. ശേഷം പുറത്തു വന്ന ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും ഫോട്ടോയും ഭീഷണിയുമായി പലതും ആരോപണങ്ങളുടെ സ്വഭാവത്തിലല്ല, വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ തിരമാലകൾ പോലെ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ വന്നു എന്നാണ്. അതിൽ ആരോപണം ഉന്നയിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി വിചാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞു പാർട്ടി നേരത്തോട് നേരം അല്ലെ, വെളുക്കുന്നതിന് മുൻപ് പാർട്ടി നടപടിയെടുത്തു, അതിൻ്റെ പേരിലാണ് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത് എന്ന്. സമയം 1:25 ഞാൻ രാജിവെച്ചിട്ടില്ല, 1:30 പാർട്ടിയിൽ ആരും എന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ഇതാ രാജി പ്രഖ്യാപിക്കുന്നു എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നാടകീയമായി സംസാരിച്ചപ്പോൾ പാർട്ടി നടപടിയെടുത്തു എന്നല്ല പാർട്ടിയുടെ MLA പറഞ്ഞത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ രാജിവെക്കുന്നു എന്നാണ്. ഇത് മൊത്തത്തിൽ അങ്ങ് ചേർന്ന് പോകുന്നില്ലല്ലോ വസന്തേ? രാവിലെ 11:30 ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിലെ ഒന്നാമൻ അല്ലെങ്കിൽ രണ്ടാമൻ പാർട്ടിയുടെ CLP ലീഡർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്നത്തെ ദിവസം നിങ്ങളെ കാണുന്നത്. അന്നത്തെ ദിവസം അദ്ദേഹം കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്, ആ ആരോപണങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും, ആ നടപടിക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളിലൂടെ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർക്കും നിങ്ങൾക്കുമെല്ലാം കോൺഗ്രസ് പാർട്ടി കൃത്യമായ പോയിന്റ്, കോൺഗ്രസ് പാർട്ടി കൃത്യമായ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് 11:30 നടപടി പാർട്ടി നടപടി എടുത്തതാണോ, രാജി ആവശ്യപ്പെട്ടതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വേച്ഛയാ രാജി സമർപ്പിച്ചതാണോ, ഈ കാര്യത്തിലെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? പാർട്ടി നടപടിയെടുത്തതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണോ? അതുകൊണ്ടാണല്ലോ ഞാൻ ആ ക്രോണോളജി പറഞ്ഞത്. ക്രോണോളജി ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇത് വളരെ ഡയറക്റ്റ് അല്ലേ? പാർട്ടി നടപടിയെടുത്തതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണോ? അതിലെന്താ തെറ്റ്? സ്വമേധയാ രാജിവെച്ചതാണോ, പാർട്ടി നടപടിയെടുത്താണോ?
സ്വമേധയാ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമായിരുന്നു. അപ്പൊ പാർട്ടി നടപടി എടുത്തതല്ല. അപ്പൊ പാർട്ടി നടപടി എടുത്തതല്ല. അങ്ങ് 2 or 3 സെന്റൻസിന് അപ്പുറത്ത് പറഞ്ഞത് എന്താണ്? പാർട്ടി നടപടി എടുത്തു, അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എന്ന്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലും വളരെ കൃത്യതയില്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലും കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു രാജിവെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന്. ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളായ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ജോസഫ് വാഴക്കൻ തുടങ്ങിയ ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളുടെ മൈക്കിലൂടെ തന്നെ രാജിവെക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞു. രാജിവെക്കുമെന്ന് പറയേണ്ടത് ആരാണ്? VD സതീശനായിരുന്നു. VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരെങ്കിലും പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരെങ്കിലും VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞോ? എന്നിട്ട് പിന്നെ വെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ മുഖം നോക്കാത്ത നടപടി എടുത്തിരിക്കും. എന്തൊക്കെ പറഞ്ഞു? മുഖം നോക്കാത്ത നടപടി സസ്പെൻഷനാണോ? ശ്രീമതി മാധു, ഞാനതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഞങ്ങൾ പാർട്ടി വളരെ കൃത്യമായി അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു. ഞങ്ങൾ ഇതാ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ നടപടി കാത്തു നിൽക്കാതെ ഒരു മനുഷ്യൻ രാജിവെച്ചാൽ അയ്യോ ഞങ്ങളുടെ നടപടി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യൂ എന്നിട്ട് നമുക്ക് രാജിവെക്കാം എന്ന് പറയാൻ പറ്റുമോ? 1. 2, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വസന്ത് സിറിയക് പാർട്ടി നടപടിയെടുത്തു, നേരം വെളുക്കുന്നതിന് മുൻപ് പാർട്ടി നടപടിയെടുത്തു, അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. ഇപ്പൊ അങ്ങ് വിശദീകരിക്കുന്നത് എന്താ? പാർട്ടി നടപടി എടുക്കും എന്നുറപ്പായപ്പം അയ്യോ ഞാൻ രാജിവെക്കുന്നു അല്ലേ? അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? അപ്പോൾ പാർട്ടി നടപടി എടുക്കും എന്ന് ഉറപ്പായപ്പോഴാണോ പാർട്ടി നടപടി എടുത്തു എന്ന് എടുത്തപ്പോൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നതാണോ എന്ന് ഈ 4ാമത്തെ ദിവസം ചർച്ചയിലിരിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യം ഇതിലുണ്ട്. അവിടെയാണ് ഈ പ്ലാൻ ബി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ രക്ഷാപ്രവർത്തനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നേതാക്കളടക്കം ഭീഷണിയുടെ മുനയിൽ നിന്നുകൊണ്ടാണോ സസ്പെൻഷനിൽ ഈ കാര്യങ്ങൾ ഒതുക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ വരാം അങ്ങിലേക്ക്.